രാവിലെ തന്നെ അമ്മയും അമ്മമ്മയും കൂടെ ഒരുങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ ആശുപത്രിയിലേക്കാണ് ഗൈസ്. അമ്മമ്മയ്ക്ക് വല്ലാത്ത ചുമ കേട്ടോ. അതുപോലെ അമ്മയ്ക്കാണെങ്കിലും കോൾഡ് ഉണ്ട്. പിന്നെ തുമ്പമ്മേനെ ഒന്ന് കാണിക്കണം. കാരണം തുമ്പീനെ തേനീച്ച കുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ചെറിയൊരു വീക്കും ഒരു ബ്ലാക്ക് സ്പോട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിങ് പോയിട്ടില്ലെന്ന് വെച്ചിട്ടൊന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പം ഓട്ടോയിൽ കയറാൻ നേരത്താണ് ഡ്രൈവർ ഒന്ന് ഓർമ്മിപ്പിച്ചത് ആധാർ കാർഡ് വേണം കേട്ടോ ഇപ്പം ഹെൽത്ത് സെൻറ്ററിൽ കാണിക്കണമെങ്കിലെന്ന്. അപ്പോൾ അമ്മമ്മയും നേരെ തിരിഞ്ഞോടി ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പോവാണ്. അല്ലൂട്ടിനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഓനെ ഞാൻ എല്ലാം അവിടെ പിടിച്ച് വെച്ചതാണ് കേട്ടോ. കുറേ ഓഫറൊക്കെ കൊടുത്തതിന് ശേഷമാണ് മൂപ്പരൊന്നും ഇവിടെ നിന്ന് തന്നത്. അങ്ങനെ അമ്മയും അമ്മമ്മയും തുമ്പിയും കൂടെ ഇതാ പോവുകയാണ്. ഇനി ഇവിടെ ഞാനും അല്ലൂട്ടനും ഓക്കെ. ഇന്നാണെങ്കിൽ മണ്ഡല മാസം 41 അമ്പലത്തിൽ നിന്ന് ചെണ്ടകൂട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നില്ല, വൈകുന്നേരം പോകണം എന്നൊക്കെയാണ് പ്ലാൻ. ഇനി അമ്മയും മോനും കൂടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അകത്ത് കയറിയപ്പോഴാണ് ഇതാ ഇവരുടെ വരവ്. ഇതെൻ്റെ പാപ്പൻ്റെ മോളാണ്, അതായത് എൻ്റെ അനിയത്തിൻ്റെ മോള്. അതായത് രമണ, ഞാൻ ഈ കുട്ടിയുടെ വല്യമ്മയാണ് എന്ന്. കുട്ടികളൊക്കെ അങ്ങനെ വല്യമ്മ എന്ന് വിളിക്കുമ്പോഴാണ് എനിക്ക് ഏജ് കൂടുന്ന കാര്യം ഞാൻ തന്നെ അറിയുന്നത്. മനസ്സുകൊണ്ട് ഞാനിപ്പോഴൊരു കുട്ടിയാണല്ലോ. അങ്ങനെ കുറച്ചേരൊക്കെ ഓളിങ്ങനെ കളിച്ചിരുന്ന്, പിന്നെ എൻ്റെ മടിയിൽ കയറിയിരുന്ന്, പിന്നെ ഞാൻ അവളെ കളിപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് വെറുപ്പിച്ച് അവസാനം കുട്ടിക്ക് വെറുപ്പിടിച്ച്. ഹേസും ഇങ്ങനെ തന്നെ. അപ്പോൾ കുറച്ചായിട്ട് കുട്ടി ഒരു സമാധാനത്തിലുള്ള വീട്ടിൽ പോയി നിൽക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി തിരിച്ച് വന്നിട്ട് വേണം അവളെ ബാക്കി വെറുപ്പിക്കാൻ. ഇതൊക്കെ എൻ്റെ പാപ്പൻ്റെ മക്കളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പാടെ കാണാൻ വന്നേനി. അപ്പോൾ അവരൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ ഞാൻ എന്താ അവർക്ക് ഇതാ വത്തക്കൊക്കെ മുറിച്ച് കൊടുത്തു. അമ്മയൊന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ. അങ്ങനെ ഇതാ ചെറുതും ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അതൊരു പാറ്റക്കുട്ടിയാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ എടുത്ത് നടന്ന് പിന്നെ അവൾക്ക് ഭയങ്കര കളിയായി. അല്ലൂട്ടനുണ്ടല്ലോ ഈ കുട്ടികളങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ തുമ്പി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായി ഉണ്ടായേനെ. അപ്പോൾ ഞാൻ അവരോട് പറയുകയാണ് തുമ്പി വരുമ്പോൾ വരണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത്. അങ്ങനെ ഇവർ അമ്പലത്തിലേക്ക് തന്നെ പോയി. എല്ലാവരും അമ്പലത്തിലുണ്ട്. അല്ലൂട്ടനത് നോക്കി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്ന് എനിക്ക് അമ്പലത്തിൽ ചോറൊക്കെ കൊണ്ട് തന്നിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ എന്തോ ഒരു വർത്തമാനത്തിനിടയിൽ അവളോട് പറഞ്ഞതാ എനിക്ക് അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാൻ പൂതിയാവുണ്ട്, ഞാൻ രാവിലെ വരണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പിന്നെ മടികാരൻ അങ്ങനെ പോകുന്നില്ല എന്നൊക്കെ. അപ്പോൾ അവൾ വേഗം എനിക്ക് ചോറും കറിയൊക്കെ കൊണ്ട് തന്ന് ഉച്ചയ്ക്ക് ഞാൻ അമ്പലത്തിലെ ചോറാണ് കഴിച്ചത് ഗൈസ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അമ്മയും അമ്മമ്മയും തുമ്പിയൊക്കെ വന്നിട്ടുണ്ട്. അല്ലൂട്ടൻ ഓടുകയാണ്, കാരണം തുമ്പീനെ സൂചി വെച്ചോന്ന് അറിയാനുള്ള ഒരു ആക്രാന്തമാണ് മൂപ്പർ കേട്ടോ. പക്ഷേ തുമ്പിക്ക് കാലം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണിച്ചു, പാരസെറ്റമോൾ തന്നിട്ടുണ്ട് പനിക്കാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ തുമ്പി വന്നു എന്ന് പറഞ്ഞപ്പോൾ മിന്നു പിന്നെയും കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. തുമ്പിക്ക് കുട്ടീനെ കളിപ്പിച്ചിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കനിമോൾക്ക് രാവിലെ വന്ന മൂടായിരുന്നില്ല ഉച്ചയ്ക്ക് വന്നപ്പോൾ, കാരണം കുട്ടിക്ക് ഉറക്കത്തിൻ്റെ സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ അവൾ പറയണേ എൻ്റെ അമ്മയുടെ കുമ്പേലും ഉണ്ടല്ലോ ബേബി എന്നാണ് തുമ്പി പറയണത്. നമ്മളറിയാം നമ്മൾ കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ ഫസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അല്ലുവിനെയും തുമ്പീനെയൊക്കെ ഞാൻ അമ്മേൻ്റെ അടുത്താക്കിയപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ സമാധാനമാണ്. അമ്മ എന്തെങ്കിലും കാണിച്ചായിട്ട് ഇങ്ങനെ ഭക്ഷണം കൊടുത്തു. അങ്ങനെ നമ്മുടെ മിന്നും കുട്ടിപ്പട്ടാളങ്ങളൊക്കെ യാത്ര പറഞ്ഞ് പോവാണ് അമ്പലത്തിലേക്ക് തന്നെ. വൈകുന്നേരം എനിക്ക് അമ്പലത്തിൽ പോകണം എന്നുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.